കോഴിക്കോട് മെഡിക്കൽ കോളേജ് ICU പീഡനക്കേസിൽ അതിജീവിതയ്ക്കൊപ്പം നിന്ന സീനിയർ നഴ്സിംഗ് ഓഫീസർ അനിതയെ ജോലിയിൽ തിരികെ പ്രവേശിപ്പിക്കാത്തതിൽ പ്രതിഷേധം. യൂത്ത് കോൺഗ്രസും യൂത്ത് ലീഗും കോഴിക്കോട് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിനെ ഉപരോധിച്ചു. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അതായത് ICU പീഡനവുമായി ബന്ധപ്പെട്ട് അതിജീവിതക്കൊപ്പം നിന്ന സീനിയർ നഴ്സിംഗ് സൂപ്രണ്ട് PB അനിതയെ നേരത്തെ ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് സ്ഥലം മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇതിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കുകയും അനുകൂലമായ ഉത്തരവ് നേടിയെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ PB അനിതയെ ഹൈക്കോടതി ഉത്തരവുണ്ടായിട്ടും PB അനിതയെ ജോലിയിൽ തിരിച്ചെടുക്കാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ശക്തമായ പ്രതിഷേധമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് 4-ാം ദിവസമാണ്. കോടതി ഉത്തരവ് വന്നിട്ട് 4-ാം ദിവസമായിട്ടും ഇതുവരെ PB അനിതയുടെ കാര്യത്തിൽ ഒരു തീരുമാനം കോഴിക്കോട് മെഡിക്കൽ കോളേജ് അധികാരികളും പ്രിൻസിപ്പളും എടുത്തിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു സമരം പ്രതിഷേധമാണ് ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. PB അനിത തന്നെ നമ്മളോട് ചേരുന്നുണ്ട്. ഏത് രീതിയിലുള്ള ഇപ്പോൾ എന്ത് മറുപടിയാണ് മെഡിക്കൽ കോളേജ് അധികാരിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്? സർക്കാരിൽ നിന്നൊരു ഉത്തരവ് കിട്ടുന്നത് വരെ എന്നെ പുനർനിയമിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് AO പറയുന്നത്. പ്രിൻസിപ്പൽ ഓഫീസിലെ AO പറയുന്നത്. പ്രിൻസിപ്പളും വൈസ് പ്രിൻസിപ്പളും ലീവാണ്. AOയുടെ അടുത്താണ് നമ്മൾ സമീപിച്ചത്. ഈ ആരുടെങ്കിലും സ്വാധീനത്തിൻ്റെ പേരിലാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു സമ്മർദ്ദം അധികാരികൾക്ക് മേലുണ്ട് എന്ന് തോന്നുന്നുണ്ടോ? അതറിയില്ല. ഇത് സർക്കാർ എന്ത് തീരുമാനിക്കുന്നോ അതനുസരിച്ചാണ് നമുക്ക് നിയമനം കിട്ടേണ്ടത്. സർക്കാർ തീരുമാനിക്കുന്നത് പോലെ തീരുമാനിക്കാനാവുന്നതാണ് അധികാരികൾ പറയുന്നത്. പ്രതിഷേധം തുടരാൻ തന്നെയാണ് തീരുമാനം. അതെ, എനിക്ക് നീതി കിട്ടുന്നത് വരെ ഞാൻ പ്രതിഷേധം തുടരും. ഹൈക്കോടതിയിൽ നിന്നൊരു ഉത്തരവാണല്ലോ ഞാൻ കൊണ്ടുവന്നത്. എന്നിട്ടും അവർ പുനർനിയമനം തരുന്നില്ല എന്ന് പറയുമെങ്കിൽ എന്താ പറയുക? അത് കിട്ടുന്നവരെ ഞാൻ സമരത്തും. ശക്തമായ പ്രതിഷേധമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഉണ്ടാകുന്നത്. നേരത്തെ യൂത്ത് കോൺഗ്രസും യൂത്ത് ലീഗ് അടക്കമുള്ള സംഘടനകളുടെ പ്രതിഷേധമുണ്ടായിരുന്നു. ഇപ്പോൾ വുമൺ ജസ്റ്റിസ് മൂവ്മെൻറ്റ് പ്രവർത്തകരും അല്ലെങ്കിൽ ഈ സിസ്റ്റർക്ക് പിന്തുണയുമായി എത്തിയിട്ടുണ്ട്. അവർ നേതാക്കൾ നമ്മളോട് ചേരുന്നുണ്ട്. ഏത് രീതിയിലുള്ള പിന്തുണയാണ് സിസ്റ്റർക്ക് നൽകാൻ ഉദ്ദേശിക്കുന്നത്? സിസ്റ്റർക്ക് നീതി ലഭിക്കുന്നത് വരെ, അതായത് അവരെ ജോലിയിൽ തിരികെ പ്രവേശിക്കുന്നത് വരെ അവരുടെ കൂടെ നമ്മളുണ്ടാവും. അതിജീവിതക്ക് സപ്പോർട്ട് ചെയ്തതിൻ്റെ പേരിൽ, അവളോട് നീതി കാണിച്ചതിൻ്റെ പേരിലാണ് സിസ്റ്റർ ഇന്ന് തെരുവിലിരിക്കേണ്ടി വന്നത്. തീർച്ചയായിട്ടും വിമൺ ജസ്റ്റിസ് മൂവ്മെൻറ്റ് അനിത സിസ്റ്ററുടെ കൂടെ തന്നെ ഉണ്ടാവും നീതി കിട്ടുന്നത് വരെയും. കഴിഞ്ഞ ദിവസം ഞങ്ങൾ അഡ്മിനിസ്ട്രേറ്ററെ കണ്ടിരുന്നു. അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ളൊരു മറുപടി തരാൻ കഴിഞ്ഞിട്ടില്ല. പ്രിൻസിപ്പൾ ലീവിലാണ്, വൈസ് പ്രിൻസിപ്പൾ ലീവിലാണ്. ഒരു ഉത്തരവാദിത്തം ഇല്ലാത്ത ഒരു അവസ്ഥയാണ് ഇപ്പം നമുക്ക് ഇവിടുന്ന് മനസ്സിലായിട്ടുള്ളത്. ഇത് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ച ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് കൃത്യമാണ്. തീർച്ചയായിട്ടും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നല്ലൊരു വീഴ്ച തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. വലിയ പ്രതിഷേധമാണ് അനിത സിസ്റ്ററെ PB അനിതയെ തിരിച്ചെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഉണ്ടാകുന്നത്. ക്യാമറാമാൻ ജയ്സൽ ബാബുവിനൊപ്പം സലാം മുഹമ്മദ്, മീഡിയ 1.